യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനിടെ പ്രൊഫഷണലുകളെ രാജ്യത്തെത്തിക്കുവാൻ ചൈനയുടെ ശ്രമം. ചൈനയുടെ വിസ പദ്ധതിയിലൂടെയാണ് ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്കായി ചൈന വാതിൽ തുറക്കുന്നത്. ഓരോ രംഗത്തെയും മികച്ച പ്രതിഭകളെ ആകർഷിക്കാനാണ് ചൈനയുടെ നീക്കം. ഒക്ടോബർ 1 മുതൽ വിസ പദ്ധതിക്ക് ചൈന തുടക്കം കുറിക്കുകയാണ്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകളെയാണ് ചൈന സ്വാഗതം ചെയ്യുന്നത്. ഈ മേഖലകളിൽ US തുടരുന്ന മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കം. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമ്പോഴാണ് ചൈനയുടെ തന്ത്രപരമായ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ചൈനയിൽ ഇത്തരത്തിൽ നിരവധി വിസകളുണ്ട്. ജോലിക്ക് Z വിസ, പഠനത്തിന് X വിസ, ബിസിനസിന് M വിസ, ടൂറിസത്തിന് L വിസ, പ്രതിഭകൾക്കുള്ള R വിസ എന്നിവയാണ് ഇത്. ഇതിനു പുറമെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുവശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് ഒക്ടോബർ 1 മുതൽ വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് ചൈനീസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനിടെ അമേരിക്കൻ ക്രൂഡ് ഓയിലിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമായി ഇന്ത്യ തങ്ങളുടെ വിപണി തുറക്കണമെന്ന ആഗ്രഹം US-നുണ്ടെന്ന് ഇന്ത്യയിലെ അടുത്ത US അംബാസഡറായ സെർജിയോ ഗോർ പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, LNG എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി തുറക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും സെർജിയോ ഗോർ പറഞ്ഞു. സാധ്യതകൾ അനന്തമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യാപാര ചർച്ചകളിലൂടെ ഞങ്ങളുടെ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, LNG എന്നിവയ്ക്കായി ഇന്ത്യൻ വിപണി തുറക്കാൻ ഞങ്ങൾ പൂർണ്ണമായി ഉദ്ദേശിക്കുന്നു. ആ വിപണികളിലേക്ക് വ്യാപിപ്പിക്കാൻ ഞങ്ങൾക്ക് എണ്ണമറ്റ അവസരങ്ങളുണ്ട്. അത് ചെയ്യാൻ ഞങ്ങൾ പൂർണ്ണമായും ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഗോർ പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.